ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മിനുസ് വേൾഡിൽ ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെ എല്ലാവർക്കും പ്രിയപ്പെട്ട നമ്മളുടെ മീൻ തലക്കറിയുമായിട്ടാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. ഇത് ഏത് മീനിൻ്റെ തലയും വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. കുടംപുളി 3 എണ്ണം, 3-4 എണ്ണം എടുക്കാം. കറിവേപ്പില 1 തണ്ട്, വെളുത്തുള്ളി 10-12 അല്ലി വേണം. പച്ചമുളക് 3 എണ്ണം ചെറുതായി അരിയണം. ചെറിയ ഉള്ളി അതുപോലെ തന്നെ വലിയ ഉള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്, അത്യാവശ്യം വേണം. 10 എണ്ണെങ്കിലും ചുരുങ്ങിയത് വേണം. ഉലുവ, ഇഞ്ചി 3 ടീസ്പൂണെങ്കിലും വേണം. പിന്നെ ഉണ്ട് തക്കാളി 1 എണ്ണം മതി, അത്യാവശ്യം വലിപ്പമുള്ളതാണ്. വെളിച്ചെണ്ണ, ഇത് പിന്നെ മീൻ തല. ഇത് ഏത് മീനിൻ്റെ തല നമുക്കിതിന് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം. അപ്പോഴതിൻ്റെതായ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ നമുക്ക്. ഫസ്റ്റിൽ ആഡ് ചെയ്യേണ്ടത് ഉലുവയാണ്, ഞാനത് വിട്ടുപോയതാണ്. അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഇതിൽ ഫസ്റ്റ് ഉലുവ ആഡ് ചെയ്യണമായിരുന്നു, അത് ഞാൻ മറന്നുപോയി. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ തന്നെ ഫസ്റ്റിൽ ആഡ് ചെയ്യേണ്ടത് ഉലുവയാണ്, ഞാനത് വിട്ടുപോയതാണ്. ഇനി നമുക്ക് ഇത് നല്ലോണം ബ്രൗൺ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. നല്ലോണം ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് മൂപ്പിച്ചെടുക്കാൻ. തീ ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെക്കരുത്. ഫ്ലെയിം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് ചെറിയ തീയിലിട്ടിട്ട് വേണം നമുക്കിത് മൂപ്പിച്ചെടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ ഏകദേശം മൂപ്പായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കുടംപുളി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ചെറിയ തീയിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മളൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 2 ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ആവശ്യത്തിന് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി 1/2 ടീസ്പൂൺ നമ്മുടെ പെരുംജീരകപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് ഇനി നമുക്ക് പാനിലോട്ട് ആഡ് ചെയ്യാനുള്ളതാണ്. പൊടി ഇതിലോട്ട് ഡയറക്റ്റ് ആഡ് ചെയ്താൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ളൊരു മെത്തേഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാനൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ആ മസാലക്കൂട്ട് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊന്ന് ചെറിയ ചൂടിൽ വേണം ചെയ്യാൻ. ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുടംപുളി ഇട്ട് വെച്ചിട്ടുള്ള ആ വെള്ളം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി വെള്ളം ആവശ്യത്തിന് 1 കപ്പും കൂടെ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. 1-2 കപ്പോ ആഡ് ചെയ്തെടുക്കുക. അത് നമ്മളുടെ മീൻ തലയുടെ സൈസിനനുസരിച്ചിട്ട് വേണം ആഡ് ചെയ്യാൻ. ഇവിടെ ഞാൻ ചെറിയ തലയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഒരു 1.5 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിൽ മൊത്തത്തിൽ ഒഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ, നമുക്കതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഇതൊന്ന് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഈ തിള വരുന്ന സമയത്താണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മളുടെ മീൻ തല ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമുക്ക് ഓരോന്നായിട്ട് ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചു കൊടുക്കാം. ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ശേരിയുടെ തലയാണ്, അതുകൊണ്ട് അധികം വേവൊന്നുമില്ല. ഇപ്പോൾ നമ്മളുടെ മീൻ തല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു 10 മിനിറ്റ് ഇപ്പോൾ വേവിച്ചിട്ടുള്ളൂ. ഹൈ ഫ്ലെയിമിലാണ് വേവിച്ചിട്ടുള്ളത്. ഇനി വെള്ളം വറ്റേണ്ട ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി അടച്ചു വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കാം. ഇത് മൺചട്ടിയിലാണ്, നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് മൺചട്ടിയിൽ വെച്ചിട്ട് ചെയ്യാം. മൺചട്ടിയിലാണെങ്കിൽ ഉഗ്രൻ ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾ നാട്ടിലുള്ളവർ ട്രൈ ചെയ്യുകയാണെങ്കിൽ എന്തായാലും മൺചട്ടിയിലേ ട്രൈ ചെയ്യാവൂ.
ഇനി അവസാനമായിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. ഉഗ്രനാൻ്റെ ടേസ്റ്റിയാണ്, വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതുമാണ്. ഏത് മീൻ തല വെച്ചിട്ടും ഇത് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ. അസ്സലാമു അലൈക്കും. താങ്ക് യു.